2008 സംഭവിച്ചതിന് സമാനമായിട്ടുള്ള ഒരു ക്രൈസിസ് ദുബായ് മാർക്കറ്റിൽ 2026 പ്രതീക്ഷിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. 2026 സ്പെസിഫിക് അല്ല, കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഇവിടെ ഒരു ക്രാഷ് ഇപ്പോൾ വെയിറ്റിംഗ് ആണ് എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് 2008 സംഭവിച്ചതെന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അന്ന് പല വാർത്തകൾ സൂചിപ്പിക്കുന്നത് ദുബായിയുടെ പല ഭാഗങ്ങളിലായിട്ട് ദുബായ് എയർപോർട്ടിലൊക്കെ ഒരുപാട് എക്സ്പെൻസീവ് ആയിട്ടുള്ള കാറുകൾ, മെഴ്സിഡീസും പോർഷയും അങ്ങനത്തെ കാറുകളൊക്കെ ചാവിയെല്ലാം അകത്ത് വെച്ചിട്ട് ആരും ക്ലെയിം ചെയ്യാതെ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. ഇതൊന്നും മോഷ്ടിക്കപ്പെട്ട കാറുകളൊന്നും ആയിരുന്നില്ല, യഥാർത്ഥ ഓണേഴ്സും മറ്റൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ കാറുകളൊക്കെ ഉപേക്ഷിച്ച് അതിൻ്റെ ഓണേഴ്സ് രാജ്യം വിട്ടു. ഇതെന്താണ് ആക്ച്വലി സംഭവിച്ചതെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ശരിക്ക് അത് റിലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2026 ആൾക്കാർ പ്രതീക്ഷിക്കുന്ന ഒരു ക്രൈസിസ് എന്താണെന്നുള്ളതിനെ കുറിച്ച് കുറച്ചും കൂടെ വ്യക്തത ലഭിക്കും. ഇന്നത്തെ വീഡിയോയുടെ പ്രധാന ഉള്ളടക്കം ബേസിക്കലി അതാണ്. ദുബായിലെ റിയൽ എസ്റ്റേറ്റ് വിപണിയിൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ടാകുന്ന ഒരു വലിയ ഹൈപ്പ് ഉണ്ട്, വലിയ മാർക്കറ്റ് ഉണ്ട്. നമ്മുടെ നാട്ടിൽ നിന്നൊക്കെയുള്ള ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സും റിയൽ എസ്റ്റേറ്റ് ഇൻഫ്ലുവൻസേഴ്സ് എന്നുള്ള ഒരു കാറ്റഗറി ഓഫ് ആൾക്കാരൊക്കെ ഉണ്ടായി. അപ്പോൾ ഇത് ഇനി ഒരു ഇംപെൻഡിങ് ക്രൈസിസിലേക്ക് മാറുമോ, 2008 ആവർത്തിക്കപ്പെടുമോ എന്നുള്ളതൊക്കെ ഒരുപാട് ചർച്ചകളിലേക്കൊക്കെ വഴിവെക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ പ്രധാന ഉള്ളടക്കം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് 2008 എന്താണ് സംഭവിച്ചതെന്ന് വിലയിരുത്തേണ്ടതുണ്ട്. ഇപ്പോഴത്തെ മാർക്കറ്റിൽ ഇത് സംഭവിക്കാൻ സാധ്യതയുണ്ടോ, ഇതിനെതിരിൽ നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് മുൻകൈ എടുക്കാൻ കഴിയുന്ന കുറച്ച് സേഫ് ഗാർഡുകൾ എന്തൊക്കെയാണ്, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വീഡിയോയുടെ പ്രധാന ഉള്ളടക്കത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു കാര്യം പെട്ടെന്ന് പറയാം. ചൈനയിലേക്ക് കഴിഞ്ഞ വർഷത്തേതുപോലെ ഒരു ബിസിനസ് കമ്മ്യൂണിറ്റിയുമായിട്ട് കാൻഡൻ ഫെയർ കാണാൻ വേണ്ടിയിട്ട് ട്രിപ്പായിട്ട് പോകുന്നുണ്ട്. ഒരുപാട് ഫീച്ചേഴ്സ് ഉള്ള പ്രോഗ്രാമാണ്. കേരളത്തിലെ ഏറ്റവും പ്രീമിയം കമ്മ്യൂണിറ്റി നമ്മുടെ കൂടെയാണ് ട്രിപ്പിന് ജോയിൻ ചെയ്യുന്നത്. കഴിഞ്ഞ തവണത്തെ ട്രിപ്പിൽ 180-ലധികം ആൾക്കാരുണ്ടായിരുന്നു. നല്ല ഒരു നെറ്റ്വർക്ക് എഫക്റ്റ് ഒക്കെ ഉള്ള പ്രോഗ്രാമാണ്. ആ പ്രോഗ്രാമിൻ്റെ വിശദവിവരങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സും ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. 2008 ക്രൈസിസിന് സമാനമായിട്ട് ഇപ്പോൾ സംഭവിക്കും എന്ന് ചിന്തിക്കാനെങ്കിലും ഇട നൽകുന്ന ഒരു പ്രധാന റിപ്പോർട്ട് ഈയിടെ വന്നിട്ടുണ്ടായിരുന്നത് റേറ്റിംഗ് ഏജൻസി ഫിച്ചിൻ്റെ റിപ്പോർട്ടാണ്. അവർ പറയുന്നത് ദുബായ് മാർക്കറ്റ് ഒരു 10 to 15% കറക്റ്റഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ 2026 2027 ഏകദേശം 2 ലക്ഷത്തിന് മുകളിൽ യൂണിറ്റുകൾ മാർക്കറ്റിൽ ഓപ്പൺ ആവുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ യൂണിറ്റുകളൊക്കെ ബൈ ചെയ്തതിൽ പല ടവറുകളും ഇപ്പോൾ നിലവിൽ ഓക്കുപ്പൈഡ് അല്ല, 30 to 40% ടവറുകളൊക്കെ ആൾക്കാരില്ലാണ്ട് കിടക്കുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ റെൻ്റൽ റിട്ടേൺസ് എന്ന് പറഞ്ഞിട്ട് ദുബായ് പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ ചിന്തിക്കുന്ന ഒരു റിട്ടേൺ റേറ്റ് ഒക്കെ ഉണ്ടല്ലോ. നമ്മുടെ നാടുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലൊരു പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്താൽ, പ്രത്യേകിച്ച് റിയൽ എസ്റ്റേറ്റ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ റെൻ്റൽ റിട്ടേൺ 3%, 4% ആ റേഞ്ചിലൊക്കെയാണ് ഉണ്ടാവുക. പക്ഷേ ദുബായിൽ അത് 10%, 12% ഒക്കെ കിട്ടും എന്നുള്ള എക്സ്പെക്റ്റേഷനിൽ അപ്പോൾ പ്രോപ്പർട്ടിയായി അസറ്റ് അപ്രീഷിയേറ്റ് ചെയ്യും, കൂടാതെ റെൻ്റൽ റിട്ടേണും കിട്ടും എന്ന് കരുതിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുടെ പ്രതീക്ഷകൾക്ക് മുൻപിൽ ഒരു കരിനിഴൽ വീഴ്ത്തിക്കൊണ്ടാണ് ശരിക്കും ഈ ഫിച്ചിൻ്റെ റിപ്പോർട്ട് വരുന്നത്. അപ്പോൾ ഈ കോണ്ടെക്സ്റ്റിൽ നമുക്ക് ഇത് ശരിയാണോ അല്ലയോ എന്നുള്ളതിലേക്കൊക്കെ ചർച്ച വരാം. അതിന് മുൻപേ അതിനൊരുപാട് കണ്ടൻഷൻസ് ഉണ്ട് കേട്ടോ, ഇങ്ങനെയൊന്നും അല്ല എന്നൊക്കെ പറയുന്നതിന്. അപ്പോൾ നമുക്കതൊക്കെ പറയണം. പക്ഷേ 2008 എന്ത് സംഭവിച്ചു എന്നുള്ളത് നമുക്കൊന്ന് ആദ്യം ഒന്ന് പരിശോധിച്ച് നോക്കാം. 2008 ക്രൈസിസ് ആക്ച്വലി ഒരു ഫ്ലിപ്പിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു റീസൺ കൊണ്ടാണ് അന്നത്തെ ക്രാഷ് ആക്ച്വലി ഉണ്ടായിരുന്നത്. എന്താണെന്ന് വെച്ചാൽ അന്ന് റിയൽ എസ്റ്റേറ്റ് മാർക്കറ്റ് ഇങ്ങനെ ബൂം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് പുതിയ പ്രോജക്റ്റുകളൊക്കെ അനൗൺസ്ഡ് ആവുന്നു. നിങ്ങൾ വെറും 10% ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഡെവലപ്പർ നിങ്ങൾക്ക് യൂണിറ്റൊക്കെ ബുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ 10% കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ കോൺട്രാക്റ്റ് കിട്ടുമല്ലോ. ഈ കോൺട്രാക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ അന്ന് ഈ മാർക്കറ്റ് ഇങ്ങനെ ഹൈപ്പിലുണ്ടാകുന്ന സമയത്ത് ആൾക്കാർ ഇത് താമസിക്കാനല്ല വാങ്ങുന്നത്, പകരം ഇത് വേഗം ഫ്ലിപ്പ് ചെയ്തിട്ട് അടുത്താൾക്ക് വിൽക്കാനാണ്. അടുത്താൾക്ക് സെക്കൻഡ് ബയ്യർ വരും. സെക്കൻഡ് ബയ്യർക്ക് ഇയാളൊരു പെർസെൻറ്റേജ് ഇയാളുടെ ലാഭം കൂട്ടിയിട്ട് ഇട്ടിട്ടുണ്ടാവും. സെക്കൻഡ് ബയ്യർ എന്തിനാണ് വാങ്ങുന്നത്? ഇതേ എക്സ്പെക്റ്റേഷനിൽ അയാൾക്ക് മറിച്ച് വിൽക്കുക എന്നുള്ള എക്സ്പെക്റ്റേഷനിലാണ്. അപ്പോൾ അങ്ങനെ ഈ മറിച്ച് വിൽക്കലുകൾ ഇങ്ങനെ നടക്കുന്നു എന്നല്ലാതെ റിയൽ വാല്യൂ ഒന്നും ക്രിയേറ്റ് ചെയ്യുന്നില്ല. ഇത് കൂടാതെ ഡെവലപ്പർ എന്താ ചെയ്യുന്നത്? ഡെവലപ്പറും ഈ കിട്ടുന്ന പൈസ ശരിക്ക് പുള്ളിയും റോള് ചെയ്യുകയാണ്. അപ്പോൾ പഴയ പ്രൊജക്റ്റുകൾ തീർക്കാനോ പുതിയ പ്രൊജക്റ്റുകൾക്കൊക്കെ വേണ്ടിയിട്ട് അന്ന് ഇന്നത്തെ പോലെ ശരിക്കും ഒരു പ്രോപ്പർ എസ്ക്രോ സിസ്റ്റം ഒന്നുമില്ല. എസ്ക്രോ സിസ്റ്റം 2007 ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിലും അത് വ്യാപകമായിട്ടൊന്നും എൻഫോഴ്സ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ഈ കാരണം കൊണ്ട് തന്നെ പല പ്രോപ്പർട്ടി ഡെവലപ്പേഴ്സും ഒക്കെ പ്രോജക്റ്റുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പകരം ആ പൈസ റോള് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിൻ്റെയൊക്കെ എരുതിയിൽ എണ്ണ ഒഴിക്കുക എന്നുള്ള പോലെ ബാങ്കുകൾ ഒരുപാട് മോർട്ട്ഗേജ് ഇതിൻ്റെയൊക്കെ മുകളിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. വെറും 10% മാത്രമേ നമ്മുടെ കയ്യിൽ നിന്ന് ഇട്ടാൽ മതി, ബാക്കി ബാങ്ക് ലോണായിട്ട് കൊടുക്കുന്നു. അപ്പോൾ ബാങ്കിൻ്റെ എക്സ്പോഷർ വളരെ ഹൈ ആയിരുന്നു. മാർക്കറ്റ് ഒരു വർഷത്തിൽ 30-40% ഇങ്ങനെ അടിച്ചു കയറി വളരുന്നുണ്ട്. ഒരു ഓവർ ഹീറ്റിംഗ് ആക്ച്വലി ദുബായ് എക്കോണമിയിൽ സംഭവിക്കുന്നുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ ആ ഡെവലപ്മെൻറ്റ് നടക്കുന്നില്ല. മിക്കപ്പോഴും ഈ കോൺട്രാക്റ്റുകൾ ആൾക്കാർക്കിടയിൽ കൈമാറുമ്പോൾ കിട്ടുന്ന വളർച്ചയാണ് മാർക്കറ്റിൻ്റെ വളർച്ചയായിട്ടൊക്കെ ഊതിപ്പെരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഇതെല്ലാം പൊട്ടിയത് ആക്ച്വലി 2008 ലെയ്മാൻ ബ്രദേഴ്സൊക്കെ പൊട്ടിയിട്ട് അമേരിക്കയിൽ ഒരു ക്രെഡിറ്റ്
ക്രെഡിറ്റ് ക്രൈസിസ് ഒക്കെ ഉണ്ടായല്ലോ, കംപ്ലീറ്റ്ലി ഈ സബ് പ്രൈം ലെൻഡിങ് ക്രൈസിസ് എന്നാണ് ആ മാർക്കറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ചില ആൾക്കാരുടെ കൺസംഷൻ പാറ്റേണുകളിൽ വന്നിട്ടുള്ള ഒരു പ്രധാന മാറ്റങ്ങളും ഹ്യൂജ് ആയിട്ടുള്ള മോർട്ട്ഗേജുകളും മറ്റുമൊക്കെ മാർക്കറ്റിനെ അങ്ങ് ക്രൈസിസിലേക്ക് തള്ളിവിട്ടു. അപ്പോൾ ക്രെഡിറ്റുകൾ ഫ്രീസായി. ക്രെഡിറ്റ് ഫ്രീസായപ്പോൾ സംഭവിച്ചത് എന്താ വെച്ചാൽ മാർക്കറ്റിൽ പുതിയ ക്യാഷ് ഫ്ലോ നിന്നു. അപ്പോൾ എല്ലാവർക്കും വിൽക്കണം, എല്ലാവർക്കും വിൽക്കാനായപ്പോൾ വാങ്ങാൻ ആളില്ലാത്തൊരു സാഹചര്യം വന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രൈസുകൾ ക്രാഷായി. പ്രൈസ് ക്രാഷായപ്പോൾ 10% അല്ലേ നമ്മൾ അഡ്വാൻസ് കൊടുത്തിട്ടുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് ഇട്ടിട്ടുള്ളൂ, ബാക്കിയൊക്കെ ബാങ്കല്ലേ. അപ്പോൾ ഈ 10% നമ്മളെ കയ്യിൽ നിന്ന് ഇട്ടിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്കത് അടക്കുന്നതിനേക്കാൾ ലാഭം നമുക്ക് മുങ്ങുന്നതാണ്. ഇതാണ് ആക്ച്വലി 2008-2009 കാലഘട്ടങ്ങളിൽ ദുബായ് മാർക്കറ്റ് ക്രാഷ് ചെയ്തു എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുണ്ടായിരുന്ന കാര്യം. അന്ന് ശരിക്കും ബാങ്കിങ് സെക്ടറിന് നല്ല ക്രാഷ് ഉണ്ടായിട്ടുണ്ട്. റിയൽ എസ്റ്റേറ്റ് മാർക്കറ്റ് ഒന്നാകെ ഏകദേശം 50-60% വരെ ക്രാഷായി എന്ന് പറയുന്നുണ്ട്. ഏതറ്റം വരേക്കും എന്ന് വെച്ചാൽ നിങ്ങളൊരു പക്ഷേ ഇങ്ങനെ കേട്ടിട്ടുണ്ടോ, ബുർജ് ഖലീഫ ഒക്കെ പണി പൂർത്തിയാക്കിയത് അബുദാബി ഫണ്ട് ചെയ്തിട്ടാണ്. $20 ബില്യൺ അബുദാബി ദുബായിക്ക് കടം കൊടുത്തിട്ടാണ് അന്നത്തെ പ്രോജക്റ്റുകൾ, സ്റ്റോൾഡ് ആയിട്ടുള്ള പല പ്രോജക്റ്റുകളും പൂർത്തിയാക്കിയതും പിന്നീട് മാർക്കറ്റിനെ തിരിച്ചു കൊണ്ടുവന്നതും എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കാരണം എന്താ വെച്ചാൽ ഈ ക്രൈസിസ് വന്ന് മൊത്തത്തിൽ പൊട്ടിയപ്പോൾ പല ബിൽഡിങ്ങുകളും പല ടവറുകളൊക്കെ പാതി വഴിയിൽ നിന്നുപോയി. ഇതാണ് ശരിക്കും 2008 ക്രൈസിസ്. ഇനി ഈ 2008 ക്രൈസിസ് 2026 ആവർത്തിക്കപ്പെടുമോ എന്ന് ചോദിച്ചാൽ അല്ല. ഒരുപാട് പാഠങ്ങൾ ദുബായ് ഇതെന്നെല്ലാം പഠിച്ചിട്ടുണ്ട്. ആ പാഠങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇനി സംസാരിക്കാൻ പോകുന്നത്. 2026 2008 ആവർത്തിക്കപ്പെടുമോ എന്ന് സംശയം ഉന്നയിക്കാനെങ്കിലും കാരണമായിട്ടുള്ള ഒരു പോയിന്റ് പറയുന്നുണ്ടല്ലോ. 2,10,000-ലധികം യൂണിറ്റുകൾ മാർക്കറ്റിൽ റെഡിയാകുന്നു. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഒരു ഓവർ സപ്ലൈ പ്രോബ്ലം വരും എന്നുള്ള ഒരു ഇഷ്യൂ. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ ഡാറ്റ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് പ്രോമിസ്ഡ് ആണ്. അതായത് 2026 ഇത്ര എണ്ണം യൂണിറ്റുകൾ കംപ്ലീറ്റ് ആകും എന്ന് പ്രോമിസ് സെയിൽ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിലും നോർമലി ഇങ്ങനെ ഉണ്ടാവാറില്ല. അതായത് പറഞ്ഞ ഡേറ്റിന് പണി പൂർത്തിയാകാറില്ല. ഒരു 50-60% യൂണിറ്റുകൾ മാത്രമേ 2026-27 ടൈം ലൈനിൽ പൂർത്തിയാകൂ എന്നാണ് ഡാറ്റ കാണിക്കുന്നത്. ഇത് മിക്കപ്പോഴും ഈ റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പേഴ്സ് ചിലപ്പോൾ ഒന്ന് സ്ലോ ഡൗൺ ചെയ്യുന്നതും കൂടിയാവും. അതായത് മാർക്കറ്റിലെ ഡിമാൻഡും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്തിട്ട് കുറച്ചും കൂടി സ്ലോ ആയിട്ട് തീർത്താൽ മതി, അത്ര അർജൻറ്റ് ഒന്നുമില്ല എന്നുള്ള ധാരണയിൽ ചെയ്യുന്നതാവാം. അതല്ലെങ്കിൽ ചിലപ്പോൾ ലേബർ ഷോർട്ടേജ് കാരണമോ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ കാരണമൊക്കെ സ്ലോ ഡൗൺ ആകുന്ന വിഷയങ്ങളും ഉണ്ടാവാം. എന്തായാലും ഈ 2,10,000 യൂണിറ്റ് ഒന്നും മാർക്കറ്റിൽ വന്നിട്ട് ഓവർ സപ്ലൈ പ്രോബ്ലം നിലവിൽ എത്തില്ല എന്നുള്ളതാണ് ഡാറ്റകൾ സൂചിപ്പിക്കുന്നത്. പിന്നെ ദുബായിൽ എല്ലാ ഭാഗത്തും ഒരുപോലെയല്ല ആക്ച്വലി ഈ ഡെവലപ്മെൻറ്റ് നടക്കുന്നത്. ചില ഏരിയയിൽ ഓവർ സപ്ലൈ ഉണ്ട് എന്ന് പറയപ്പെടുന്ന ഏരിയ, ഇപ്പോൾ JVC റീജിയൺ അല്ലെങ്കിൽ ബിസിനസ് ബേ അല്ലെങ്കിൽ ദുബായ് സൗത്ത് റീജിയണിലൊക്കെയാണ് പ്രധാനപ്പെട്ട ഇന്ന് കൂടുതൽ സർപ്ലസ് പ്രോപ്പർട്ടികൾ വരുന്നത് എന്നുണ്ടെങ്കിൽ പ്രോപ്പർട്ടികൾ ഒട്ടും ലഭിക്കാനില്ലാത്ത ഒരുപാട് റീജിയൻസ് ഉണ്ട്. ഇപ്പോൾ എമിറേറ്റ് ഹിൽസ് ആണെന്നുണ്ടെങ്കിൽ ദുബായ് ഹിൽസ് എസ്റ്റേറ്റോ പാം ജുമേറ ഭാഗത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ പുതിയ പ്രോപ്പർട്ടികളൊന്നും ലഭിക്കാനില്ലാത്ത അല്ലെങ്കിൽ അവിടെ എസെൻഷ്യലി ഓവർ ഡിമാൻഡുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ എല്ലാ ഏരിയയിലും ഒരുപോലെയല്ല. ചില ഏരിയകളിൽ ഓവർ സപ്ലൈ ഉണ്ടാകും എന്ന് പറയപ്പെടുന്നുണ്ടെങ്കിലും ചില ഏരിയകളിൽ അത് ഒട്ടും തന്നെ ഇല്ലാത്ത അല്ലെങ്കിൽ നല്ല ഡിമാൻഡുള്ള ഏരിയകളൊക്കെ ദുബായിലുണ്ട്. അപ്പോൾ ഓവറോൾ ദുബായ് മൊത്തത്തിൽ ഓവർ സപ്ലൈയിലാണ് റൺ ചെയ്യുന്നത് എന്ന് നിലവിൽ വിശ്വസിക്കാൻ പ്രയാസമാണ്. ഇനി അതല്ല, കുറച്ച് സ്ട്രക്ചറൽ ആയിട്ടുള്ള മാറ്റങ്ങൾ ദുബായ് ഗവൺമെൻറ് ഈ ഒരു 2008 നിന്നും പാഠം പഠിച്ചിട്ട് നടത്തിയിട്ടുണ്ട്. ഒന്നാമത്തേത് എന്താണെന്ന് വെച്ചാൽ പ്രോപ്പറായിട്ട് ഒരു ഓഫ് പ്ലാൻ പ്രൊജക്റ്റുകളും മറ്റൊക്കെ വരുന്ന സമയത്ത് അതിന് നിർബന്ധമായിട്ടും എസ്ക്രോ അക്കൗണ്ട് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അതായത് ലാൻഡ് ഡിപ്പാർട്ട്മെൻറ്റ് മാനേജ് ചെയ്യുന്ന രീതിയിൽ പ്രോപ്പറായിട്ട് കൺസ്ട്രക്ഷൻ്റെ ഓരോ മൈൽ സ്റ്റോൺസ് അനുസരിച്ച് മാത്രം ഫണ്ട് അവർക്ക് വിഡ്രോ ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള എസ്ക്രോ അക്കൗണ്ട് ഫെസിലിറ്റി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും മുൻപ് ഒരു പോൺസി സ്കീം റൺ ചെയ്യുന്നതിൽ ഈ പൈസ വക മാറ്റി ചെലവഴിച്ചതാണ് അന്നത്തെ പ്രധാന ഇഷ്യൂ എന്ന് പറഞ്ഞല്ലോ. അത് എസെൻഷ്യലി ഗവൺമെൻറ് ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും പ്രോബ്ലം വന്നിട്ട് പ്രോജക്റ്റ് നിന്ന് പോകുകയാണെന്നുണ്ടെങ്കിൽ ലീഗലായിട്ട് ആൾക്കാർക്ക് അവരുടെ ക്യാഷ് റീഫണ്ട് എടുക്കാൻ പറ്റുന്ന ഒരു സജ്ജീകരണം നിലവിൽ അവൈലബിൾ ആണ്. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിൻ്റെ എക്സ്പോഷർ മാറി എന്നുള്ളതാണ്. ദുബായിൽ ഇപ്പോൾ വലിയ രീതിയിൽ ഈ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് കാലങ്ങളായിട്ട് അവിടെ ജീവിക്കുന്ന ആൾക്കാർ ദുബായിൽ ജോലി ചെയ്യാൻ വരിക എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് ദുബായ് ഒരു താമസ സ്ഥലമായിട്ട് മാറ്റുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പോൾ ഒരുപാട് ആൾക്കാർ, എനിക്കറിയുന്ന ആൾക്കാർ നാട്ടിൽ നിന്ന് മൂവ് ചെയ്തിട്ടുണ്ട്. നിങ്ങളറിയുന്ന ഒരുപാട് യൂട്യൂബേഴ്സ് മാത്രമല്ല, ഒരുപാട് HNIs ശരിക്കും അങ്ങോട്ട് അവരുടെ താമസം മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഡിമാൻഡ് ഉണ്ട്. ഇപ്പോൾ റഷ്യയിലും ഉക്രൈനിലും യുദ്ധമൊക്കെ നടക്കുന്ന സമയത്ത് കുറച്ചും കൂടെ സ്റ്റേബിളായിട്ടുള്ള അവരുടെ സെക്യൂരിറ്റി, അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റിനൊക്കെ അപ്പോൾ അസറ്റായിട്ട് കണ്ടിട്ട് അവിടെ നിന്നൊക്കെയുള്ള ഒരുപാട് ആൾക്കാർ വന്നിട്ട് ഇവിടെ പ്രോപ്പർട്ടി വാങ്ങുന്നുണ്ട്. ഇനി അറേബ്യൻ കൺട്രീസിനകത്ത് തന്നെയുള്ള ഒരുപാട് ആൾക്കാർ വന്ന് വാങ്ങുന്നുണ്ട്. ചൈനയിൽ നിന്ന് ഒരുപാട് ആൾക്കാർ വന്നിട്ട് വാങ്ങുന്നുണ്ട്. ഇന്ത്യയിലുള്ള ഒരുവിധം, കേരളത്തിൽ നിന്ന് മാത്രമൊന്നുമല്ല കേട്ടോ, ഇന്ത്യയുടെ ഒരുവിധം ഈ ഒരു അറേബ്യൻ സീ സൈഡിലുള്ള ഒരുപാട് ആൾക്കാർ വന്നിട്ട്
ശരിക്കും ഒരുപാട് പ്രോപ്പർട്ടീസൊക്കെ ദുബായ് മാർക്കറ്റിൽ വാങ്ങുന്നുണ്ട്. ഇവരെല്ലാം നടത്തുന്നത് ക്യാഷ് ഡീൽസാണ്, അഥവാ ബാങ്ക് ലോണും മറ്റൊന്നും എടുത്തിട്ടല്ല ഈ പ്രോപ്പർട്ടികൾ വാങ്ങുന്നത്. അഥവാ അഫോർഡബിലിറ്റി ഉള്ള ക്ലാസ്സാണ് ശരിക്കും ഇവിടെ വന്ന് വാങ്ങുന്നത്. അതിനെക്കുറിച്ചൊരു മുൻപ് നമ്മളൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ 2 വർഷങ്ങളിലൊക്കെ ആയിട്ട് 2024 2025 ലോകത്ത് ഏറ്റവും കൂടുതൽ മില്യനെയർ മൈഗ്രേഷൻ നടക്കുന്നത് UAE-യിലേക്കാണ്. അപ്പോൾ അതിൽ തന്നെ പ്രധാനമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദുബായിലേക്കായിരിക്കും. അപ്പോൾ അവിടുത്തെ മാർക്കറ്റിൽ നിലവിൽ ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യുന്ന ആളുകൾ അത് അഫോർഡ് ചെയ്യാൻ കഴിയുന്ന ആൾക്കാരാണ്. ക്യാഷ് ഡീൽസാണ് നടക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ മുൻപത്തെ പോലെ കാറൊക്കെ ഇട്ടിട്ട് ഓടിപ്പോകേണ്ട പ്രശ്നം ഉണ്ടാവില്ല. ഇപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള 100 രൂപ കൊടുത്ത് വാങ്ങിയെന്ന് വെക്കുക, 15% ഇപ്പോൾ ഫിച്ച് പറഞ്ഞ പോലെ അത് 85 എന്ന് വെക്കുക, കുഴപ്പമൊന്നുമില്ല. ഞാൻ എവിടുന്ന് ലോൺ എടുത്ത പൈസ അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റും. അതായത് നാളെ തന്നെ അത് ക്യാഷ് ഔട്ട് ചെയ്യണം എന്നുള്ള ഒരാവശ്യം ഉണ്ടായിരുന്നില്ല. മുൻപത്തെ സാഹചര്യം അതല്ല. ഇപ്പോൾ ഈ ഒരു 15% അന്ന് മാർക്കറ്റ് ഇടിഞ്ഞാൽ ഞാൻ ഇട്ടത് 10 അപ്പോൾ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ എൻ്റെ വാല്യൂവിൻ്റെ താഴത്തേക്ക് അത് വന്നില്ലേ. അപ്പോൾ ആ താഴത്തേക്ക് വന്ന പോയിന്റിൽ ശരിക്കും അത് വലിയ ലോസാണ്. അന്ന് അങ്ങനെ വിട്ടുപോയ ആൾക്കാരുണ്ട്. ഇന്ന് അതിന് സമാനമായിട്ടുള്ള സാഹചര്യം അവിടെ ഇല്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. വലിയ ശതമാനം ആൾക്കാരും ഇത് വാങ്ങുന്നത് ഹാർഡ് ക്യാഷ് ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ അവരുടെ ബാങ്ക് ലോണോ മറ്റോ EMI ട്രാപ്പോ ഒന്നും ഇല്ലാതെയാണ് വാങ്ങുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ വില കുറഞ്ഞാൽ പോലും വെയിറ്റ് ഔട്ട് ചെയ്യാൻ കഴിയും. കുറച്ച് അധികം കാലം വെയിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ പോയിന്റ്. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാങ്കിങ് മേഖലയുടെ എക്സ്പോഷർ ടുവാർഡ്സ് ദിസ് ഇൻഡസ്ട്രി അത് 20% വരെ ആയിരുന്നു അത്ര 2008 എന്ന് പറയുന്നുണ്ടെങ്കിൽ നിലവിൽ അത് 14% മാത്രമാണ്. അപ്പോൾ ഒരു സിസ്റ്റമിക് ആയിട്ട് ബാങ്കിങ് കൊളാപ്സോ മറ്റോ ഒന്നും നമുക്ക് ഈ പീരീഡിൽ എക്സ്പെക്റ്റ് ചെയ്യേണ്ടതില്ല എന്നുള്ളതാണ് മറ്റൊരു ഡാറ്റയായിട്ട് ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് കണ്ടത്. ഇനി മറ്റൊരു പ്രധാന കാര്യമുള്ളത്, മിക്ക ഡെവലപ്പേഴ്സും ഇത് ഫ്ലിപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മറ്റൊരാൾക്ക് നമ്മുടെ കോൺട്രാക്റ്റ് ഉണ്ടല്ലോ, ബൈയിങ് കോൺട്രാക്റ്റ് മറിച്ച് വിൽക്കണം എന്നുണ്ടെങ്കിൽ മിനിമം 30% അല്ലെങ്കിൽ 50% ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ മറിച്ച് വിൽക്കാൻ പറ്റൂ എന്നുള്ള റൂൾ പറയുന്നുണ്ട്. ഇനി ഓരോ ഫ്ലിപ്പിങ്ങിലും കമ്മീഷൻ റേറ്റ്സ് പറയുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതൊക്കെ ആ പണ്ട് എങ്ങനെയാണോ ഈ കോൺട്രാക്റ്റുകൾ ഫ്ലിപ്പ് ചെയ്തിട്ട് ഈ മാർക്കറ്റ് നിലനിന്നിരുന്നതെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അന്നത്തെ ആ ഹൈപ്പ് നിലനിന്നിരുന്നതെന്നുണ്ടെങ്കിൽ അതിന് സമാനമായിട്ടുള്ള സാഹചര്യങ്ങളെ മാർക്കറ്റിൽ നിന്ന് നിലവിൽ ഇല്ലാതാക്കാൻ വേണ്ടുന്ന ഒരുപാട് ശ്രമങ്ങൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ മുകളിലാണ് ദുബായ് ഗോൾഡൻ വിസ പോലെയുള്ള പ്രോഗ്രാമുകൾ കൊടുത്തിട്ട് 10 ഇയർ റെസിഡൻസി വിസ ഒക്കെ കൊടുത്തിട്ട് ആൾക്കാരെ അട്രാക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ 2 മില്യൺ ദിർഹംസിൻ്റെ ഒരു പ്രോപ്പർട്ടിയൊക്കെ നിങ്ങൾ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡൻ വിസ ലഭിക്കും. അപ്പോൾ ടാക്സ് ഫ്രീ ആയിട്ടുള്ള ഇക്കോണമി ഉണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും ഇൻകം ടാക്സ് ഇല്ല. അപ്പോൾ എത്ര നമ്മൾ സമ്പാദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് കീപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ള കാരണം കൊണ്ട് തന്നെ ലോകത്തുള്ള ഒരുപാട് വെൽത്തി പീപ്പിൾ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ദുബായിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ ഇതിന് സമാനമായിട്ടുള്ള ഒരു ജീവിത സാഹചര്യം അവിടെ ഒരുങ്ങുന്ന കാരണം മുൻപത്തേതിന് പോലെ, അതായത് അവിടെ എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് ജോലി ചെയ്യുക, ആ പണമെല്ലാം നാട്ടിലേക്ക് എത്തിക്കുക, എന്നിട്ട് നാട്ടിൽ സെറ്റിൽ ചെയ്യുക എന്നുള്ളതിനപ്പുറത്തേക്ക് മലയാളികളിൽ തന്നെ ഒരു വലിയ ശതമാനം ആൾക്കാരും അവിടെ പണം ഉണ്ടാക്കി അവിടെ തന്നെ സെറ്റിൽ ചെയ്ത് നാട്ടിലേക്ക് വരാതിരിക്കുന്ന ഒരു സാഹചര്യം നമ്മളിന്ന് കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മാറിയ സിനാരിയോസ് ആക്ച്വലി 2008 ഇനി ആവർത്തിക്കപ്പെടില്ല എന്ന് വിശ്വസിക്കാനുള്ള ഒരുപാട് കാരണങ്ങളാണ്. ഇനി ഇത്രയും പറഞ്ഞതിൻ്റെ അർത്ഥം ഫിച്ചിൻ്റെ റിപ്പോർട്ട് തെറ്റാണെന്നോ അങ്ങനെ ഒരു കറക്ഷൻ ഒരിക്കലും സംഭവിക്കില്ല എന്നുള്ളതല്ല. 2008 സംഭവിക്കാനുള്ള സാധ്യത കുറവാണ്. അതിന് വേണ്ടുന്ന ഒരുപാട് സേഫ് ഗാർഡ്സ് മാർക്കറ്റിലുണ്ടെന്നാണ് പറഞ്ഞത്. അതേസമയം പ്രൈസ് കറക്ഷൻ ഉണ്ടാവാനുള്ള നല്ല സാധ്യതയുണ്ട്. അതിന് കുറേ റീസൺസ് പറയുന്നുണ്ട്. ഒരു പ്രധാന റീസൺ ഒരു ഗ്ലോബൽ റിസഷൻ മൂഡ് ആക്ച്വലി ഉണ്ട്. ഇപ്പോൾ അമേരിക്ക ലോകത്ത് ഒരുപാട് ഭാഗത്ത് താരിഫ് യുദ്ധങ്ങളും മറ്റുമൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ബിസിനസ്സുകളെ പരോക്ഷമായിട്ട് ബാധിക്കുന്നുണ്ട്. ഒരുപാട് ഫണ്ട് അവർ അമേരിക്കൻ മാർക്കറ്റിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടുന്ന നടപടിക്രമങ്ങൾ ചെയ്യുന്നുണ്ട്. അതുപോലെ ഒരുപാട് ആൾക്കാർക്ക് AI ഇൻഡ്യൂസ്ഡ് ആയിട്ടോ ഈവൻ ടെക്നോളജി ഇൻഡ്യൂസ്ഡ് ആയിട്ടോ ഇനി അതൊന്നുമല്ല ജനറലി ആൾക്കാർ പറയുന്നൊരു കാര്യമുണ്ടല്ലോ, കോവിഡ് കാലത്ത് ഓവർ ഹയറിങ് വന്നത് കാരണം നിലവിൽ ഒരുപാട് ഫയറിങ് വരുന്നുണ്ട് എന്നൊക്കെ പറയുന്നു. വലിയ വലിയ കമ്പനികളൊക്കെ വലിയ രീതിയിൽ ഫയർ ചെയ്യുന്നുണ്ട്. അത് ഫയർ ചെയ്യുന്നത് എൻട്രി ലെവൽ സ്റ്റാഫിനെ മാത്രമൊന്നുമല്ല, വലിയ പൊസിഷനിലിരിക്കുന്ന ആൾക്കാരെയൊക്കെ ഫയർ ചെയ്യുന്ന സാഹചര്യമൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് കാരണം ശരിക്കും ഈ ഒരു മിഡിൽ ഇൻകം കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക് ഒരുപാട് തൊഴിൽ നഷ്ടമൊക്കെ ഉണ്ടാകുന്നത് അവരുടെ ലൈഫിൽ ഒരു ഫൈനാൻഷ്യൽ അൺസർട്ടനിറ്റി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു സാമ്പത്തിക അരക്ഷിതാവസ്ഥ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ കുറച്ചും കൂടി കോസ്റ്റ് കുറഞ്ഞ ഭാഗത്തേക്കൊക്കെ മൂവ് ചെയ്യൂലേ. ഈ കാരണം ഒരു പക്ഷേ ദുബായിൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഒരുപാട് റെക്കോർഡ് ഇൻഫ്ലോ ആണ്, അഥവാ ഒരുപാട് ഫോറിനേഴ്സ് ദുബായിലേക്ക് വരുന്നുണ്ട് എന്നുണ്ടെങ്കിലും ഈ കാരണങ്ങളാൽ ഒരു പക്ഷേ ദുബായിലേക്കുള്ള ഇൻഫ്ലോ കുറഞ്ഞേക്കാം, അല്ലെങ്കിൽ അവിടുത്തെ കോസ്റ്റ് കാരണം മറ്റ് സ്ഥലങ്ങളൊക്കെ ആൾക്കാർ സ്വീകരിച്ചേക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് ചിലപ്പോൾ ഇന്ന് ഓവർ സപ്ലൈ ഉള്ള കുറച്ച് റീജിയൻസ് പറഞ്ഞല്ലോ, ദുബായ് സൗത്ത് ആണെങ്കിലും JVC റീജിയൻ ആണെങ്കിലൊക്കെ അവിടെ ഒരു 5 to 10% വരെ പ്രൈസ് കറക്ഷൻ എക്സ്പെക്റ്റ് ചെയ്യാമെന്നാണ് മാർക്കറ്റ് സൂചിപ്പിക്കുന്നത്. പക്ഷേ ഇതേ സമയത്ത് ഒരു രസമുള്ള മറ്റൊരു സിനാരിയോ ഈ ആൾക്കാർ പറയുന്നത് ഞാൻ ഈ ഡാറ്റയിൽ കണ്ടു. എന്താണെന്ന് വെച്ചാൽ ലോകത്ത് എവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാലും അത് നോർമലി ദുബായ്ക്ക് ഗുണമായിട്ട് മാറാറുണ്ട് എന്നുള്ളൊരു ഡാറ്റയുണ്ട്. അഥവാ ഇപ്പോൾ റഷ്യയിൽ പ്രശ്നം നടന്നു, ഒരുപാട് ആൾക്കാർ ദുബായിലേക്ക് അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റുമായിട്ട് വന്നു. മറ്റുള്ള ഇറാനിലോ അല്ലെങ്കിൽ എവിടെ ഇഷ്യൂ നടന്നു കഴിഞ്ഞാലും ദുബായിലേക്ക് അവിടെ നിന്ന് പലായനം ചെയ്യുന്ന ഒരു വിഭാഗമൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ ആഫ്രിക്കയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നത്. അങ്ങനെ ശരിക്കും
ദുബായിക്ക് അങ്ങനത്തെ ഒരു മറ്റെവിടെ ക്രൈസിസ് ഉണ്ടായിക്കഴിഞ്ഞാൽ ദുബായിക്ക് അതിൻ്റെ ബെനിഫിറ്റ് ഉണ്ടാവും എന്ന് പറയുന്ന ഒരു സിനാരിയോ ഉണ്ടല്ലോ, ഇത് എങ്ങനെ പ്ലേ ഔട്ട് ആവും? ചിലപ്പോൾ അത് കാരണം ഒരു റെക്കോർഡ് ഇൻഫ്ലക്സ് ഒക്കെ വന്ന് ഇപ്പോൾ ഇനി ദുബായിൽ ഒരുപാട് പുതിയ മെട്രോ പ്രൊജക്റ്റുകളും മറ്റൊക്കെ വരുന്നുണ്ട്. ഒരുപാട് മനുഷ്യർ താമസിക്കുന്ന ഏരിയകളിലേക്ക് കണക്ട് ചെയ്തുകൊണ്ട് ദുബായിയുടെ പുതിയൊരു മെട്രോ ലൈനും കൂടെ വരുന്നൊക്കെ വിവരങ്ങൾ നിങ്ങൾ അറിയുന്നുണ്ടാവും. അപ്പോൾ 2028-29 ആ പീരീഡൊക്കെ ആകുമ്പോഴേക്കും ദുബായിൽ ഒരു അർബൻ മൊബിലിറ്റിയിൽ ഒരുപാട് പുതിയ സൗകര്യങ്ങളും കൂടെ വരുമ്പോൾ ഇതെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ട് ഒരുപാട് ആൾക്കാരൊക്കെ ഇനിയും ദുബായിലേക്ക് മൂവ് ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഫിച്ച് റിപ്പോർട്ടിന് വിപരീതമായിട്ടൊരു 10-15% വരെ ഹൈക്ക് ഉണ്ടാകാം എന്ന് പറയുന്ന ആൾക്കാരുമുണ്ട്. ഇതിനിടയിൽ നമ്മളെങ്ങനെ അല്ലെങ്കിൽ നിക്ഷേപിക്കാൻ പോകുന്നവരെങ്ങനെ ഒരു ഡിസിഷൻ മേക്ക് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ അടുത്തതായിട്ട് പറയാൻ പോകുന്നത്. പ്രധാനമായിട്ടും 5 സേഫ് ഗാർഡ്സ് ആണ് എനിക്ക് ഒരു കാറ്റഗറിയിൽ പറയാനുള്ളത്. ഒന്നാമത്തേത് ലൊക്കേഷൻ ഈസ് എവരിത്തിങ്. നിങ്ങൾ പ്രോപ്പർട്ടി എടുക്കുന്ന ലൊക്കേഷൻ ഏതാണ് എന്നുള്ളത് നന്നായിട്ട് ഡ്യൂ ഡിലിജൻസ് ചെയ്യുക. ആ ഭാഗത്ത് ഇനി വരാൻ പോകുന്ന പ്രോജക്റ്റുകൾ എന്താണ്, ഡിമാൻഡ് സൈഡ് എന്താണെന്നുള്ളതിനെക്കുറിച്ച് നന്നായിട്ട് പഠിക്കുക. അപ്പോൾ ദുബായിൽ ഒരുപാട് പുതിയ പ്രോജക്റ്റുകൾ അനൗൺസ് ചെയ്യപ്പെടുന്നുണ്ടല്ലോ. അപ്പോൾ റിയൽ എസ്റ്റേറ്റ് മാപ്പൊക്കെ നോക്കിയിട്ട് ഈ പ്രോജക്റ്റുകളൊക്കെ വരുന്നത് കണക്കാക്കിയിട്ട് അങ്ങോട്ടുള്ള ഹ്യൂമൻ ഫ്ലോ എന്തായിരിക്കും, മനുഷ്യന്മാരുണ്ടെങ്കിലല്ലേ അവിടെ താമസ സ്ഥലത്തിനും മറ്റൊക്കെ ഡിമാൻഡ് ഉണ്ടാവുള്ളൂ. സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ റിയൽ എസ്റ്റേറ്റിന് ഡിമാൻഡ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ ഡിമാൻഡുകൾ പഠിച്ചതിന് ശേഷം മാത്രം നിങ്ങളുടെ നിക്ഷേപം ഉണ്ടാക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈൽഡ് ഓവർ അപ്രീസിയേഷൻ എന്ന് വെച്ചാൽ നിങ്ങൾ റെൻ്റൽ റിട്ടേണുകൾ കാണുമ്പോഴും 10-12% എന്നൊക്കെ പറഞ്ഞിട്ട് ചില ഏരിയകളിൽ അങ്ങനെ കിട്ടിയേക്കാം. ബട്ട് ദെൻ നമുക്ക് പ്രോപ്പറായിട്ട് എക്സ്പെക്റ്റ് ചെയ്യാവുന്നത് ഒരു 6-8% ഒക്കെയാണ്. അപ്പോൾ ആ ഒരു റേറ്റിൽ ഈവൻ മാർക്കറ്റ് കറക്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ആ ഒരു റേഞ്ചൊക്കെ നമുക്ക് കിട്ടുമെന്നാണ് എക്സ്പെക്റ്റഡ് ആവുന്നത്. അപ്പോൾ നിങ്ങളുടെ ഓവർ എക്സ്പെക്റ്റേഷനെ ഒന്ന് ലിമിറ്റ് ചെയ്ത് ഈ ഒരു ഏരിയയിലേക്ക് കൊണ്ടുവരിക. എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പുതിയ ഡെവലപ്മെൻറ്റുകളും പ്രോജക്റ്റൊക്കെ വരുന്ന സാഹചര്യത്തിൽ ഒരു പക്ഷേ ഈ ലൊക്കേഷൻ മാറിക്കഴിഞ്ഞാലൊക്കെ ഈ ബെനിഫിറ്റിൽ വലിയ മാറ്റം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ലൊക്കേഷനിൽ പോയിട്ട് ദുബായിൽ എവിടെ വാങ്ങിയാലും മെച്ചം കിട്ടും, ഇതേ അപ്രീസിയേഷൻ കിട്ടുമെന്ന് ചിന്തിക്കരുത്. അപ്പോൾ അപ്രീസിയേഷനെ പറ്റി തിങ്ക് ചെയ്യാം. ബട്ട് ദെൻ ഒരു പരിധി വരേക്കും നിങ്ങൾ ഈൽഡും മറ്റുമൊക്കെ ഫോക്കസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്രീസിയേഷൻ ചിലപ്പോൾ നിർബന്ധമായിട്ടുണ്ടായിക്കൊള്ളുന്നില്ല. സ്പെസിഫിക്കലി സിറ്റിയുടെ ഡെവലപ്മെൻറ്റുകൾ പുതിയ ഏരിയയിലേക്കൊക്കെ വരികയാണ്, ഓവർ സപ്ലൈ വരികയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അപ്രീസിയേഷൻ കിട്ടണം എന്നില്ല. ബട്ട് ദെൻ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഈൽഡ് റെൻ്റൽ റിട്ടേൺ കിട്ടാനുള്ള സാധ്യത നല്ലോണം ഉണ്ട്. മൂന്നാമത്തേതായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ വിചാരിക്കുന്ന ഒരു ടൈം ഹൊറൈസണിൽ നടന്നോളണം എന്നില്ല. ചിലപ്പോൾ ഒരു 1-2 വർഷത്തിനകത്ത് മറിച്ച് വെക്കാം എന്ന് കരുതിയിട്ട് നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ വിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന സമയത്ത് മാർക്കറ്റ് പൊട്ടി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. ഇപ്പോൾ തന്നെ 2026 ആവില്ല, ചിലപ്പോൾ 2027-2028 ആയിരിക്കും പീക്കായിട്ട് മാർക്കറ്റിൽ ഓവർ സപ്ലൈ വരിക. ആ സമയത്തായിരിക്കും കറക്ഷൻ ഉണ്ടാവുക എന്നൊക്കെ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ റിയൽ എസ്റ്റേറ്റിലൊക്കെ കാര്യങ്ങൾ സംഭവിക്കേണ്ടത് യഥാർത്ഥത്തിൽ ഒരു 5-10 ഇയർ ഒക്കെ ഹൊറൈസണിലാണ്. സ്വാഭാവികമായിട്ട് ദുബായ് ഇതുപോലെ തന്നെ ലോകത്തിൽ ഇൻകം ടാക്സ് ഇല്ലാത്ത രാജ്യമായിട്ടൊക്കെ തന്നെ നിലനിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനി കൂടുതൽ ഡിജിറ്റൽ വർക്കും റിമോട്ട് വർക്കും ഒക്കെ വരുന്ന ഒരു കാലത്ത് ദുബായിലേക്ക് ഇനിയും ആൾക്കാർ കൂടുതൽ ഫ്ലോ വരും. അതിപ്പോൾ നിലവിലെ കുറച്ച് യൂട്യൂബേഴ്സ് പോയ കാര്യം മാത്രമല്ല, അത് ഡിജിറ്റൽ വർക്കാണ്. അപ്പോൾ അവർക്ക് എവിടെ നിന്നും ചെയ്യാം. അതുപോലെ തന്നെ പല കമ്പനികളും ഈ ഒരു ഡിജിറ്റൽ വർക്കിന് പറ്റുന്ന രീതിയിൽ സാഹചര്യമൊക്കെ ഒരുക്കുമ്പോൾ ആൾക്കാർ അങ്ങോട്ടൊക്കെ മാറിയേക്കാം. അപ്പോൾ സ്വാഭാവികമായിട്ട് ഭാവിയിലും അവിടെ ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരുപാട് ഇക്കോ സിസ്റ്റം അവിടെ അവൈലബിൾ ആവുന്നുണ്ട്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളെ ടൈം ഹൊറൈസനെ കുറിച്ചുള്ള നിങ്ങളെ തിങ്കിങ് ഒന്ന് മാറ്റുന്നത് നന്നായിരിക്കും. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഡെവലപ്പർ ഡ്യൂ ഡിലിജൻസ് ആണ്. നല്ല റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഡെവലപ്പേഴ്സിന് വാങ്ങാം. ഇപ്പോൾ ഡമാക്കോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഡെവലപ്പേഴ്സ് ഉണ്ടല്ലോ, ഇപ്പോൾ MR അങ്ങനത്തെ ഒക്കെ നോക്കിയിട്ട് നിങ്ങൾ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ റിസ്ക് വളരെ കുറവായിരിക്കും. പ്രോപ്പറായിട്ട് കോംപ്ലയൻസ് ഒക്കെ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇവർ നോർമലി വലിയ ബ്രാൻഡുകളാണെന്നുണ്ടെങ്കിൽ അവർ സ്വാഭാവികമായിട്ട് അതൊക്കെ ചെയ്യും. അപ്പോൾ അത് വാങ്ങുന്നതിൽ റെപ്യൂട്ടേഷൻ നോക്കുന്നതിൽ ശരിക്കും MR ഒക്കെ ആണല്ലോ ഒരു ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുക. അപ്പോൾ അവരുടെയൊക്കെ പ്രോപ്പർട്ടികളിലാണ് നിങ്ങൾ ഡീൽ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ കോൺഫിഡൻ്റ് ആയിട്ട് കാര്യങ്ങളിൽ ഡിസിഷൻ എടുക്കാം. പിന്നെ അഞ്ചാമത്തെ ഒരു നല്ല രസമുള്ള ഒരു കാര്യമാണ് എന്താണെന്ന് വെച്ചാൽ കറൻസി തിങ്കിങ് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ കറൻസിയും ദിർഹംസും തമ്മിലുള്ള എക്സ്ചേഞ്ച് റേറ്റിലുള്ള വേരിയേഷൻ നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? ഞാൻ കഴിഞ്ഞ വർഷം ഏകദേശം ഇതേ സമയത്ത് 2025 ജനുവരിയിൽ 23.5 ഒക്കെയാണ് ഒരു ദിർഹംസ് ഇന്ത്യൻ രൂപയിൽ. ഇന്നത് 25 അപ്പോൾ നിയർലി 6% മേലെ ഡൗൺ ആയില്ലേ ഇന്ത്യൻ കറൻസി. അപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ പണം അവിടെ തന്നെ പാർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും പിന്നീട് ഒരു പോയിന്റിലേക്ക് ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നത് എന്തെങ്കിലും കാലത്ത് നിങ്ങൾക്ക് അത്ര അർജൻറ്റ് ഒന്നുമില്ല, ഒന്ന് വെയിറ്റ് ഔട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ കറൻസി ഡിപ്രീഷിയേറ്റ് ചെയ്ത കാരണം വേറെ ഒരു മെച്ചം ഉണ്ടായില്ലെങ്കിൽ പോലും ഇവൻ അവിടെ നിങ്ങൾക്ക് അപ്രീസിയേഷൻ കിട്ടിയില്ല, മറ്റൊന്നും കിട്ടിയില്ല, പക്ഷേ അതേ വാല്യൂ കുറച്ച് കാലം കഴിഞ്ഞ് ഇങ്ങോട്ട് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് നല്ല മെച്ചം കിട്ടാനുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞൊരു 3-4 കൊല്ലത്തിൽ ഇന്ത്യൻ കറൻസി ശരിക്കും UAE കറൻസിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു 20% ഒക്കെ ഡൗൺ ആയിട്ടുണ്ട്. 20%. അപ്പോൾ നിങ്ങൾ അന്നത്തെ 1000 ദിർഹംസ് നിങ്ങളെ കയ്യിലുള്ളതെന്ന് വെക്കുക, അന്ന് 20,000 കിട്ടും. ഇന്ന് ഇത് ഇന്ത്യയിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ ഇപ്പോൾ 25,000 കിട്ടും. ആ ഡിഫറൻസിൽ ഈ കറൻസി കാരണം നിങ്ങൾക്ക് ബെനിഫിറ്റ് ഉണ്ടാവാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് വളരെ കോഷ്യസ് ആയിട്ട് നിക്ഷേപിക്കുക. അല്ലാതെ എന്തല്ല ഓക്കെ 2008 ആവർത്തിക്കോ ഇല്ലയോ എന്ന് പേടിച്ചിട്ട് നിങ്ങളൊന്നും ചെയ്യാതിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇങ്ങനെ മാറുന്ന സാഹചര്യങ്ങളുണ്ട്. ഇതെല്ലാം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഡു യുവർ ഓൺ റിസർച്ച്. ഞാൻ പറഞ്ഞത് മാത്രം എടുക്കരുത്, പകരം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഈ മേഖലയിലൊക്കെ ഒരു ചിന്ത കൊടുക്കുക. ഞാൻ നിക്ഷേപം അഡ്വൈസ് ചെയ്യാൻ കഴിയുന്ന ഒരാളല്ല, എനിക്ക് അത്തരത്തിലുള്ള ധാരണയില്ല.
പറയണില്ല, ഇത് എൻ്റേതായിട്ടുള്ള കുറച്ച് ഒബ്സർവേഷൻസ് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. കൂടുതൽ ഡിസിഷൻസ് എടുക്കുമ്പോൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ എടുക്കുക. ദുബായ് എന്നുള്ളത് ഇന്ന് ലോകത്ത് തന്നെ ഒരുപാട് ആളുകൾ മില്യനേഴ്സൊക്കെ ഫ്ലോ ചെയ്യുന്ന ഒരു ഹബ്ബാണ്. ഒരു പക്ഷേ ലോകത്തെ ഏറ്റവും നല്ല ഡെസ്റ്റിനേഷനായിട്ട് മില്യനേഴ്സ് താമസിക്കാൻ വേണ്ടിയിട്ടൊക്കെ വരുന്ന ഡെസ്റ്റിനേഷനായിട്ട് ദുബായ് മാറുന്നുണ്ട്. അപ്പോൾ ദുബായിയുടെ ഒരു മാറുന്ന പിക്ചർ നിങ്ങൾക്ക് മുൻപിൽ ഷെയർ ചെയ്തു എന്നേ ഉള്ളൂ. ഒരു പോപ്പുലർ നരേഷനാണ് ദുബായ് വീണ്ടും പൊട്ടോ എന്നൊക്കെ ഉള്ളത്. ബട്ട് ദെൻ ഇത് അവരും മുൻകൂട്ടി കാണുന്നുണ്ട്. അവരൊരു കമ്പനി പോലെ തന്നെ അവർക്ക് വേണ്ടുന്ന സേഫ് ഗാർഡ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്ത വീഡിയോ ആണിത്. നമ്മൾ നേരത്തെ പറഞ്ഞ ബിസിനസ് ട്രിപ്പിൻ്റെ കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കാം. ചൈനയിലേക്ക് ഈ വരുന്ന ഏപ്രിലിൽ ഒരു ബിസിനസ് കമ്മ്യൂണിറ്റി ആയിട്ട് കേരളത്തിലെ ഒരു വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ബിസിനസ് കമ്മ്യൂണിറ്റി ട്രിപ്പ് നമ്മുടേതാണ്. അപ്പോൾ ഈ പ്രോഗ്രാമിൽ നിങ്ങൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ പിൻ ചെയ്ത് വെച്ച കമൻറ്റിലും കൂടുതൽ ഡീറ്റെയിൽസ് ഉണ്ട്. താല്പര്യമുള്ളവർ ചെക്ക് ചെയ്ത് നോക്കുക.